മഴത്തോരു മുൻപേലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ രോഹിത്തിനെയും ഹരിയെയും ബാക്കി രണ്ടുപേരെയും അങ്ങനെ അവരെ 4 പേരെയും കൂടെ കോടതിയിലേക്ക് എങ്ങനെയെങ്കിലും കയറ്റിയിരിക്കുകയാണ്. ജനങ്ങൾ അത്രയ്ക്ക് ദേഷ്യത്തിൽ അവരെ ആക്രമിക്കുക എന്നുള്ളൊരു രീതിയിലാണ് ജനങ്ങൾ നിൽക്കുന്നത്. എന്തായാലും കോടതിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ശിവശങ്കരും അതുപോലെ രാജീവ് എത്തിയിട്ടുണ്ട്. വക്കീലിനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. വക്കീൽ പറയുന്നുണ്ട്, ഒരു കാരണവശാലും ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വക്കീൽ പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കോടതിയിലെത്തുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ കോടതി കൂടുവാണ്. ജഡ്ജി വന്നിരിപ്പുണ്ട്. അങ്ങനെ പ്രതിക്കൂട്ടിലാണെങ്കിൽ ഹരിയെയും രോഹിത്തിനെയും ബാക്കി രണ്ടുപേരെയും കയറ്റി നിർത്തി വാദമൊക്കെ നടക്കുന്നുണ്ട്. 2 വക്കീലന്മാരും വാദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ജഡ്ജി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ അവർക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വക്കീൽ വാദിക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ ഇവർ 4 പേരുമുണ്ട്, പിന്നെ എങ്ങനെയാണ് രോഹിത് മാത്രം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തിൻ്റെ ഓരോ ചോദ്യം ചോദിച്ച് കുഴപ്പിക്കുന്നുണ്ട്. അവസാനം ജഡ്ജിയാണെങ്കിൽ 4 പേരെ റിമാൻഡിൽ വിടുന്നുണ്ട്. ആ സമയത്ത് ഹരിക്കും ചെറിയ വിഷമമൊക്കെ വരുന്നുണ്ട്. രോഹിത്താണെങ്കിൽ ആകെ പടത്താക്കാരുന്ന അവസ്ഥയാണ്. അങ്ങനെ 4 പേരെയും ജയിലിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവിടുന്ന് പോവുകയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. ആൾക്കാരെല്ലാം ഭയങ്കര ബഹളവും. ഇപ്പോഴും ജനങ്ങളുടെ രോക്ഷം അടങ്ങിയിട്ടില്ല. ഇവരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവരെ വെറുതെ വെച്ചേക്കത്തില്ല, ആ ഒരു അവസ്ഥയിലാണ്. അപ്പം എങ്ങനെയെങ്കിലും അവരെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുവാണ്. അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം ചെരുപ്പും കല്ലും എടുത്ത് എറിയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ആണെങ്കിൽ അങ്ങ് വാനിൽ കയറ്റിയാണ്. ഈ സമയത്താണെങ്കിൽ സൈഡിലാണെങ്കിൽ ശിവശങ്കരും അതേപോലെ രാജീവും നിൽപ്പുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഇടയ്ക്കോട്ടെങ്ങാനും വന്ന് എൻ്റെ മക്കളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെയും കൂടെ തല്ലിക്കൊല്ലും ആൾക്കാർ. ആ ഒരു അവസ്ഥയിലാണ്. അങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പം കോടതി വിധി അവർ പറഞ്ഞ് ആകപ്പാടെ തകർന്ന അവസ്ഥയിൽ ശിവശങ്കർ ഇങ്ങനെ നിൽക്കുകയാണ്. രാജീവനാണെങ്കിൽ ഒന്നും പറയാനോ അതോ ശിവശങ്കറിനെ ഒന്ന് സമാധാനപ്പെടുത്താൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് രാജീവ്. പോലീസ് എങ്ങനെയൊക്കെയോ ഹരിയെ രോഹിത്തിനൊക്കെ വാനിൽ കയറ്റിയിരിക്കുകയാണ്. വാനിൽ കയറ്റിയിരുന്നപ്പം ഹരി രോഹിത്തും അവിടെ രാജീവും അതുപോലെ ശിവശങ്കരൻ നിൽക്കുന്നത് നോക്കുന്നുണ്ട്. അപ്പം നോക്കുകയാണെങ്കിൽ രോഹിത് ഇങ്ങനെ സങ്കടത്തോടെ നോക്കുന്നുണ്ട്. ഒന്നും മിണ്ടാൻ വയ്യാതെ തല കുനിച്ചിങ്ങനെ നിൽക്കുകയാണ്. നോക്കുക പോലും ചെയ്യുന്നില്ല. രോഹിത് തല കുനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഹരിയുടെ അവസ്ഥയും. ഒരിക്കലും ഹരിയും പ്രതീക്ഷിച്ചില്ല ജയിലിലേക്ക് പോകേണ്ടി വരുമെന്നും. അങ്ങനെ അവരെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോവാണ്. ഈ സമയത്താണെങ്കിൽ നേരെ നമ്മുടെ ശിവശങ്കരുടെ ഫോണിലേക്ക് കമല വിളിക്കുകയാണ്. എന്തായി കോടതി വിധി, എന്തായെന്ന് ചോദിക്കുകയാണ്. എന്താവാൻ, നീയൊക്കെ നിൻ്റെ മക്കളെ പഠിപ്പിച്ച് വളർത്തിയതിനനുസരിച്ച് അവർക്ക് ജയിൽവാസം കിട്ടിയിട്ടുണ്ട്, മതിയായോ എന്ന് ചോദിക്കുകയാണ്. ഞാനെന്ത് ചെയ്തു, ഞാനൊന്നും ചെയ്തില്ലല്ലോ, എന്നെ എന്തിനാ എപ്പോഴും കുറ്റപ്പെടുത്തിയെന്ന് ചോദിച്ചിട്ട് കമലയാണെങ്കിൽ ശിവശങ്കരൻ ചൂടാവുകയാണ്. നീ നേരെ ചൊവ്വേ നിൻ്റെ മക്കളെ വളർത്തിയായിരുന്നെങ്കിൽ നിനക്ക് സംഭവിക്കുമായിരുന്നോ? ഞാൻ വല്ല നാട്ടിലും കിടന്ന് കഷ്ടപ്പെടുവാണ്. നിനക്ക് നിൻ്റെ മക്കളെ നന്നായിട്ട് വളർത്തിക്കൂടായിരുന്നോ? അവൻ്റെ ഓരോ തെറ്റും നീ അത് അവന് സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ അവന് എന്തും ചെയ്യാം എന്നുള്ളൊരു ധൈര്യം വന്നത്. നിന്നോട് പലവട്ടവും അവൻ്റെ പോക്ക് ശരിയല്ലെന്ന് മനുവും ബാക്കിയുള്ളവരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നീ സമ്മതിക്കാൻ തയ്യാറായില്ല. അതിനെന്താ, നിൻ്റെ മോൻ ഇനി കുറച്ച് കാലത്തേക്ക് ജയിലിൽ കിടന്നാൽ മതി എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് കമലയാണെങ്കിൽ പൊട്ടിക്കരയുകയാണ്. കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് ശിവശങ്കർ പറയാണ്. മാത്രമല്ല, ഇവിടെ നിന്ന് അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയ പോലീസ് വാനിൽ കയറ്റിയത്. അവരെ മുന്നിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ വെക്കത്തില്ല എന്ന് പറയാണ്. മാത്രമല്ല, ഞാൻ അവൻ്റെ അച്ഛനാണെന്ന് ഈ കൂട്ടത്തിൽ ആരെങ്കിലും മനസ്സിലാക്കിയാൽ മതി, എൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. നീ വെക്ക് ഫോൺ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശിവശങ്കർ ഫോൺ അങ്ങ് വെക്കുകയാണ്. അപ്പോൾ രാജുവിൻ്റെ അടുത്ത് പറയാണ്, ഇവിടെ നിൽക്കേണ്ട കൂടുതൽ നേരം, നമുക്ക് പോകാം എന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും വണ്ടിയെടുത്ത് പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ കമലയ്ക്ക് ആകെപ്പാട് ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ. അപ്പം തൻ്റെ സങ്കടം എവിടെയെങ്കിലും തീർക്കണമല്ലോ. ഉടനെ വൈജയെ വിളിക്കുന്നുണ്ട്. വൈജയാണെങ്കിൽ കോടതിയിലെ കാര്യങ്ങളൊന്നും അറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ വൈജ ഫോൺ എടുക്കുന്നുണ്ട്. എന്താ കമലേട്ടത്തി, കോടതിയിലെ കാര്യം എന്തായെന്നൊക്കെ ചോദിക്കുകയാണ്. എന്താവാൻ, എന്തായാലും നിൻ്റെ മോൻ കാരണം എൻ്റെ മോനും കൂടെ ജയിലിലായെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് വൈജയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അപ്പോൾ കമലേട്ടത്തി എന്താ ഈ പറയുന്നത്, ആ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് 4 പേരെയും എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് വൈജ സങ്കടത്തോടെ കരയാണ്. എന്നെയാണ് ശിവേട്ടൻ കുറ്റം പറയുന്നതെന്ന് കമല പറയുന്നുണ്ട്. ഞാൻ അവനെ വളർത്തി നശിപ്പിച്ചതാണെന്നാണ് ശിവേട്ടൻ പറയുന്നത്. പക്ഷേ അതല്ലല്ലോ കാര്യം, രോഹിത് അവൻ്റെ കൂടെ നടന്ന് അവനെയും കൂടെ നശിപ്പിച്ചതാണെന്ന് കമല പറയാണ്. അപ്പോഴത്തേക്ക് വൈജ ദേഷിച്ച് ചോദിക്കുകയാണ്, ഇപ്പോഴും എന്തിനാ എൻ്റെ മോനെ ഇങ്ങനെ കുറ്റം പറയുന്നത്, അവൻ എന്ത് ചെയ്തിട്ടാ, അവനെയും കൂടെ നശിപ്പിച്ചത് ഹരിയാണെന്ന് പറയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ബാലേന്ദ്രൻ എപ്പോഴും അവനോട് പറയുമായിരുന്നു, നിന്നെ ഹരി കൊണ്ടുവന്ന് കുഴിയിൽ ചടിക്കുമെന്ന്. അവനത് കേൾക്കാൻ തയ്യാറായില്ല. അന്നേ ബാലേന്ദ്രൻ പറഞ്ഞത് അവൻ കേട്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറയാണ്. അപ്പോൾ കമല പറയാണ്, ഇപ്പോഴും എൻ്റെ മോനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ നീ, നിനക്ക് നാണമില്ലേ എന്ന് ചോദിക്കുകയാണ്. അവനെ എൻ്റെ മോനെ കൊണ്ടുവന്ന് നശിപ്പിച്ചതെന്ന് കമല ഹരിയെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും രോഹിത് ഹരിയും ജയിലിലായിട്ടുണ്ട്.